ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല അടിപൊളിയാന്ന് തോന്നിയിട്ടുള്ള 3-4 ഐറ്റം മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അത്രയ്ക്കും ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കണ്ണും പൂട്ടിയിട്ട് നമ്മൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിനുള്ള മോയ്സ്ചറൈസറാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്നെയും ഈ ഒരു ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് കയറി കണ്ടു നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിൻ്റെ ഉണ്ടാവും, സ്കിൻ കെയറിൻ്റെ ഉണ്ടാവും, മേക്കപ്പ് റിലേറ്റഡ് അതേപോലെ തന്നെ സ്കിൻ കെയർ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കോളാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഐറ്റംസൊക്കെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഐറ്റംസാണ്. ഇത് തീരെ പേര് കേൾക്കാത്ത ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ. എല്ലാതും നമ്മളുടെ അഫോർഡബിൾ റേറ്റിന് നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ, ചിലതൊക്കെ നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അപ്പം ഞാൻ എന്തായാലും ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മളുടെ ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും, ഒരുപാട് പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും, ഒരുപാട് പേര് കണ്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് അലോവേര ഫേസ് ജെല്ലാണ്. അപ്പോൾ ഇത് വന്നിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ. നമ്മളുടെ ഓയിലി സ്കിന്നുകാർക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ കഴിഞ്ഞു കേട്ടോ ഇത് ബോക്സ്, എന്നാലും ഞാൻ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് നമ്മളുടെ ഈ ഒരു ഹിമാലയയുടെ ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചായി വാങ്ങിച്ചിട്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഫോർഡബിൾ റേറ്റിന് ഈ ഒരു ഐറ്റം അടിപൊളിയാണ്. ഇതിന് 80 രൂപ വരുന്നത് കേട്ടോ. 85 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റേറ്റിനുള്ള വാങ്ങിക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അതിനായിട്ട് പൈസ കളയാൻ ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. ഞാനൊക്കെ ആദ്യമൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ. നമുക്ക് മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കേണ്ടേ എന്നുള്ള മടിയൊടുക്കാനൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഫോർഡബിൾ റേറ്റിന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ, ഹിമാലയയുടെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓയിലി സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നമ്മൾ ഞാനിവിടെ പറഞ്ഞു തരുന്ന ഏത് മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ട് പലരുടെയും സ്കിന്നിന് വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ഓയിലി ആണ്, അതേപോലത്തെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസോ ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. എൻ്റെ സ്കിന്നിലേക്ക് എന്താ പറയുക, സ്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ ഉണ്ടാവും. ഞാൻ ഓൺലൈനിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, ലിങ്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു പാക്കല്ല കാണുന്നത്, വേറൊരു പാക്കാണ്. ഹിമാലയയുടെ തന്നെ വേറൊരു പാക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വേറൊരു പാക്കറ്റ് വെച്ചാൽ നമ്മളുടെ കവർ എന്തെന്ന് പറയുക, ഈ ഒരു ബോട്ടിലില്ലേ, അത് വേറെ മോഡലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ നമ്മളുടെ വിൻഡോയുടെ അടുത്ത് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് നമ്മളുടെ വെളിച്ചമുണ്ടല്ലോ, എന്താ പറയുക, വെയിൽ അത് പോകുമ്പോൾ കളർ ഡിമ്മാവുക, എന്നുവെച്ചാൽ ക്ലിയർ കുറയുക, വരുമ്പോൾ നല്ല ക്ലിയർ ആവുക, അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ അഫോർഡബിൾ റേറ്റിന് പറയുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ, പോൺസിൻ്റെ. ഓക്കെ, ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അത് കാരണം ഇത് തല തിരിച്ചിട്ടായിരിക്കും കാണുക. എന്തായാലും സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ നോൺ ഓയിലി ഫ്രഷ് ഫീൽ ഐറ്റാണ് ഫോർ സോഫ്റ്റ് ഗ്ലോയിങ് സ്കിൻ, വിറ്റമിൻ ഇ ആൻഡ് ഗ്ലിസറിൻ. സംഭവം ഇത് കിടിലനാണ് കേട്ടോ, അടിപൊളി മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. ഇത് ഓൺലൈനിലൊക്കെ ഉണ്ടാവും, നമ്മളുടെ പേർപ്പിളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും എനിക്ക് നല്ല ഒരു, ഞാൻ ഇപ്പം അടുത്ത്
എന്നുവെച്ചാൽ എന്ത് ഞാനിപ്പോൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ റേറ്റിനുള്ളത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ മുന്നേയും ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിൽ തന്നെ വന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാവേ. കേട്ടോ, ഭയങ്കര ഒരു തീരെ നമുക്ക് ഓയിലി ആക്കില്ലേ നമ്മുടെ സ്കിൻ. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുമ്പോൾ ഒക്കെ പുറത്തേക്ക് പോകില്ലേ, ആ സമയത്തൊക്കെ നല്ല ഫ്രഷ് ഫീൽ ആയിരിക്കും. തീരെ ഓയിലി ആക്കില്ല കേട്ടോ. കണ്ടോ, നല്ല സ്മെല്ലുണ്ട് ഇതിന്. ഓക്കെ, കണ്ടോ, തീരെ ഓയിലി ആക്കുന്നില്ല, നമ്മളുടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് വർക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. എൻ്റെ എന്താ പറയുക, പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ ഈ പറയുന്ന എല്ലാതും എനിക്ക് യൂസ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ. അപ്പോൾ പ്രശ്നമൊന്നുമില്ലാത്ത നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ലൈറ്റ് മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഓയിലി സ്കിന്നിന് മാത്രമാണോ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മുടെ ഹിമാലയുടെ ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒക്കെ സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ കൂടുതലായിട്ടും നമ്മുടെ ഈ ജെൽ ടൈപ്പ് വാട്ടർ ബേസ്ഡ് അങ്ങനത്തെ ഒക്കെ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അതൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും നമ്മുടെ സ്കിന്നിന്. അത്രയ്ക്ക് അങ്ങോട്ട് ഓയിലി ആക്കില്ല. അയ്യോ, ശ്വാസം വിടാണ്ട് പറഞ്ഞ കാരണം ഒരു ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞത്, അത്രയ്ക്ക് ഓയിലി ആക്കില്ല നമ്മുടെ സ്കിന്ന് വന്നിട്ട്. അല്ലെങ്കിൽ നമ്മൾ വേറെ വല്ല മോയ്സ്ചറൈസർ, നമുക്ക് ഡ്രൈ സ്കിന്നിനൊക്കെ പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഓയിലി ആവും. പിന്നെ പുറത്തേക്ക് പോയിട്ട് ജസ്റ്റ് ഒരു വെയിലും കൂടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട, ഇങ്ങനെ വടിച്ചെടുക്കാം നമുക്ക്, അത്രയ്ക്കും ഓയിലി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതേപോലത്തെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഓയിലി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അങ്ങനത്തെ അല്ലെങ്കിൽ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ സെക്കൻഡ് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഡോക്ടർ ഷെറ്റ്സിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിൽ ഫ്രീ ആയിട്ടുള്ളത്, നമ്മുടെ ഓയിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓയിൽ ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുള്ളത് മാക്സിമം അല്ല, എന്തായാലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ എന്തായാലും നോക്കിയിട്ട് വേണം നമ്മളൊരു മോയ്സ്ചറൈസർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. എനിക്ക് തോന്നുന്നു ഞാൻ നമ്മളുടെ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഇത് അടിപൊളിയാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഡോക്ടർ ഷെറ്റ്സിൻ്റെ തന്നെ ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡ് മോയ്സ്ചറൈസർ ഉണ്ട്, അതും അടിപൊളിയാണ് കേട്ടോ. അതൊരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ് കേട്ടോ. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡെപ്പല്ല, ഇതേപോലത്തെ ബോട്ടിൽ കാണാനില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നോക്കട്ടെ അയ്യോ ഇതിൽ തുള്ളി ഉണ്ടോ നോക്കട്ടെ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയത് അതേ പുറത്തേക്ക് ചാടി. ഞാൻ കാണിച്ചു തരാവേ. കേട്ടോ, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെൽ ടൈപ്പാണ്, നോൺ സ്റ്റിക്കി ആണ്, അടിപൊളിയാണ് കേട്ടോ. എന്നൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട് ഇത് നമ്മുടെ സ്കിന്നിലേക്ക്. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊന്നും മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിന് വലിയ പ്രത്യേകിച്ച് നല്ലൊരു മണമെന്നൊന്നും പറയാനില്ല കേട്ടോ. നല്ല ഒരു മോയ്സ്ചറൈസറാണ് ഇത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. 304 314 അങ്ങനെ എന്തോ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതും അടിപൊളിയാണ്. 1% വിറ്റമിൻ സി കോംപ്ലക്സ് ആൻഡ് സെറാമൈഡ് കോംപ്ലക്സ്, അശ്വഗന്ധ എക്സ്ട്രാക്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓൾ സ്കിൻ ടൈപ്പിനും ചേരുന്നും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് എന്തായാലും അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിത് നല്ല അടിപൊളിയായി എന്ന് തോന്നിയ ഒരു ഐറ്റമാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡ് അതും അടിപൊളിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ചിത്രം ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അതും നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും കുറച്ച് കൂടുതലാണ്. അത് കാരണം കൊണ്ടാണ് ഫേവറേറ്റ് ആയത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 400 സംതിങ് വരുന്നുണ്ട്. അതും എത്ര 25 ഗ്രാമിനാണ് 400 സംതിങ് വരുന്നത്. ഇതിൻ്റെ 50 ഗ്രാമിന് 800 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. ഏതാന്നുള്ളത് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അതേ ഞാൻ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് മുന്നേ. ഈ അക്വോ ബ്ലാസ്റ്റിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, PCA അക്വോ ബ്ലാസ്റ്റ് വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ. കിഡിലൻ മോയ്സ്ചറൈസറാണ് കേട്ടോ. അടിപൊളി മോയ്സ്ചറൈസറാണ്. അപ്പോൾ കയ്യിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓയിലി സ്കിന്നുകാർക്ക് എന്താ പറയുക, കണ്ണുപൊട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഫാനായി മാറും. അതിന് അത്രയ്ക്കും അടിപൊളിയാണ്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് മുന്നൊക്കെ ആയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മേക്കപ്പ് അത്രയും ഫിനിഷ് ലുക്കായിട്ട് നല്ല അടിപൊളിയായിട്ട്, അത്രയ്ക്ക് പെട്ടെന്ന് ഓയിലി ആവാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ എനിക്കത് എക്സ്പീരിയൻസ് ഉള്ള കാരണം കേട്ടോ ഞാൻ ഇത്രയും ഉറപ്പോടുകൂടി പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട്. ഇതിൻ്റെ ബോട്ടിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ക്യൂട്ടാണല്ലോ കാണാൻ വേണ്ടിയിട്ട്, കണ്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഈ 25 ഗ്രാമിനാണ് 400 സംതിങ്. ഇത് വേഗം തീരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് അതെ ഇത് കുറച്ചും കൂടി ഉള്ളതിൽ ഞാനത് എടുക്കാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് മുന്നിട്ട് ഇത് എനിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഭയങ്കര മേക്കപ്പ് ഒക്കെ ഭയങ്കര ഫിനിഷ്ഡ് ലുക്കായിട്ടൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യാമെന്നുള്ള പ്ലാനിൽ ഇത് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒക്കെ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ പോൺസിൻ്റെ ഒക്കെയാണ്, ഈ ഒരു ഡോക്ടർ ഷെയ്ഡ്സിൻ്റെ ഒക്കെയാണ് കേട്ടോ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ. ഇതിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. 25 ഗ്രാമിൻ്റെ എന്നൊക്കെ പറയുന്നത് ഇത് പെട്ടെന്ന് തീരും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ ഇരിക്കുന്ന ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ധൈര്യമായിട്ട് യൂസ് ചെയ്യാമല്ലോ നമുക്ക് ഡെയിലി. പക്ഷേ ഇത് കുറച്ച് ടൈറ്റാണ്. അത് കാരണം തന്നെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ സമാധാനമില്ല. അതേ കണ്ട, ഇത് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഭയങ്കര വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും സ്കിന്ന് വന്നിട്ട്, പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ലും വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ, നമുക്ക് ഇട്ടെന്ന് തന്നെ അറിയില്ല, അത്രയ്ക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഭയങ്കര എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. മാത്രമല്ല ഇത് ഭയങ്കര പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. അത്രയ്ക്കും പെട്ടെന്ന്. നമ്മൾ വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതൊരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ്. അത് കാരണം തന്നെ ഭയങ്കര പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതേപോലെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമ്മുടെ സ്കിന്ന് ഇറിറ്റേറ്റഡ് ആവും, ഇച്ചിങ് വരാൻ തുടങ്ങും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ, പിന്നെ നമ്മളുടെ ഈ ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ അങ്ങനത്തെ ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഐറ്റമാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര അടിപൊളിയാന്ന് തോന്നിയിട്ടുള്ള മോയ്സ്ചറൈസർ ഇതേ ഇത്രയും ഐറ്റമാണ്. ഇനി ഞാൻ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും നല്ലതാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.